ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പണിക്കാർക്ക് വൈകുന്നേരം കാപ്പിക്ക് കൊടുക്കാനായിട്ട് ഏത്തക്ക ബോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത്തക്ക ഉണ്ടായിരുന്നു. പലയിടത്തും പല പേരാണ് പറയപ്പെടുന്നതല്ലേ, ഏത്തക്ക ബോളി, ഏത്തക്കപ്പം, പഴംപൊരി, ബനാന ഫ്രൈ. അപ്പോൾ നമ്മുടെ ഇവിടെ പറയുന്നത് ഏത്തക്ക ബോളി എന്നാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ബാറ്ററി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈദയും അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം നടുക്കൂടെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൽ നിന്ന് 2 പീസാക്കി അങ്ങനെ 4 പീസാക്കിയാണ് നമ്മൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതിനുള്ള പഴം നമ്മൾ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്ററിയിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് തിളച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ചെറു തീയിലാണ് വെക്കേണ്ടത്, ഇല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരു 4-5 കായോളം നമ്മൾ 4 പീസാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും മതിയാകും, പണിക്കാർക്ക് കൊടുക്കാനുള്ളതായിട്ടുണ്ട്. ഇനി നമ്മൾ കാപ്പിയും കൂടെ എടുക്കാനുണ്ട്. കാപ്പി തിളപ്പിച്ച് വെച്ച് ഗ്ലാസ്സിലെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെയായിട്ട് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കണം. ഇന്ന് നേരത്തെ തന്നെ കാപ്പി റെഡി ആയിട്ടുണ്ട്. സമയം 3:45 ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് കാപ്പി കൊണ്ട് കൊടുക്കാം. പണിക്കാരും കയറിയിട്ടില്ല, അവർ പണിതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് മഴ നല്ല കുറവുണ്ട്, അപ്പം പണി നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം എൻ്റെ പുറകിന് വരുന്നത് എൻ്റെ മോനുക്കുട്ടനാണ് കേട്ടോ, എൻ്റെ ക്യാമറാമാൻ. അവൻ എന്നോട് പറയും, മമ്മി എൻ്റെ പേരും കൂടി ഒന്ന് പറയണമെന്ന് പറയും. നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം ഇവിടം വരെ ആയിട്ടുണ്ട്. ജനൽ വാർക്ക വരെ ആയിട്ടുണ്ട്. ഇനി കുറേ സാധനം ഇറക്കാനുണ്ട്. നമുക്ക് അറിയാനുള്ള വഴിയൊന്നുമില്ല, അതുകൊണ്ട് ഇറക്ക് ഭയങ്കര പാടാണ്. ചുമടാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ അതും കൂടെ വന്നിട്ട് വേണം അടുത്ത പണി തുടങ്ങാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.